السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. യാഥാർത്ഥ്യത്തിന്റെയും നിരർത്ഥകത്തിന്റെയും ഇടയിലുള്ള ഏറ്റുമുട്ടലാണ് പറഞ്ഞു വെച്ചത്. ജാലൂത്ത് എന്ന അവിശ്വാസത്തിന്റെ വലിയ പ്രമാണി, ത്വാലൂത്ത് എന്ന വിശ്വാസികളുടെ നേതാവ്, ഇവർ രണ്ടുപേരുടെയും സേനകൾ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ ദാവൂദ് എന്ന യുവാവ് ആ യുവാവിന്റെ അസ്ത്രപ്രയോഗം കൊണ്ട് അല്ലെങ്കിൽ കല്ല് പ്രയോഗിച്ചത് കൊണ്ട് ജാലൂത്തിന് മരണമടയേണ്ടി വന്നു, മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. അങ്ങനെ ദാവൂദ് പിന്നീട് നബിയാവുകയും രാജാവായി തീരുകയും ചെയ്തു. രണ്ട് വിധത്തിലുള്ള ഉന്നതി അള്ളാഹു നൽകിയിട്ടുണ്ട്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الرسل فضلنا بعضهم على بعض منهم من كلم الله ورفع بعضهم درجات وآتينا عيسى ابن مريم البينات وأيدناه بروح القدس ولو شاء الله ما اقتتل الذين من بعدهم من بعد ما جاءتهم البينات ولكن اختلفوا فمنهم من آمن ومنهم من كفر ولو شاء الله ما اقتتلوا ولكن الله يفعل ما يريد. തിൽക്കർ റുസുലു, മേൽ പറയപ്പെട്ട മുർസലുകൾ. ആദം നബി അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞു, ഇബ്രാഹിം നബിയെ പറ്റി, മൂസാ നബിയെ പറ്റിയും പറഞ്ഞു, ഇസ്മായിൽ നബിയെ പറ്റിയും ഇസ്ഹാഖ് നബിയെ പറ്റിയും പറഞ്ഞു, യാക്കൂബ് നബിയുടെ സന്താന പരമ്പരകളാകുന്ന അസ്ബാത്ത് എന്ന അമ്പിയാക്കളെ പറ്റിയും പറഞ്ഞു. ഇവരൊക്കെ അമ്പിയാക്കളാണ്. തിൽക്കർ റുസുലു, ആ അമ്പിയാക്കൾ, ആ മുർസലുകൾ. ഫല്ലൽനാ ബഅളഹും, അവരിൽപ്പെട്ട ചിലരെ നാം ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു, അലാ ബഅദിൻ, മറ്റു ചിലരേക്കാൾ. എല്ലാ മുർസലുകളും ഒരേ പദവിക്കാരല്ല. ചില മുർസലുകൾക്ക് അള്ളാഹു ഏറെ ആദരവ് നൽകിയിട്ടുണ്ട്, മറ്റുള്ളവർക്ക് അതിന്റെ താഴെ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത പദവിയിൽ അള്ളാഹു മുർസലുകളെ ആക്കിയിരിക്കുന്നു. അള്ളാഹു 1,24,000-ത്തിലധികം അല്ലെങ്കിൽ 2,24,000-ത്തിലധികം അമ്പിയാക്കൾ അയച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് 313 പേരാണ് മുർസലുകളായിട്ടുള്ളത്. അപ്പോ ആ 313 ബാക്കിയുള്ളവരെക്കാൾ പദവി കൂടുതലുണ്ട്. ആ 313 മുർസലുകളിൽ നിന്ന് അള്ളാഹു 5 മുർസലുകളെ ഉലുൽ അസ്മുകൾ എന്ന പേര് നൽകിക്കൊണ്ട് ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. അപ്പൊ ആ 313 ഈ 5 പദവി ബാക്കിയുള്ളവരെക്കാൾ കൂടുതലാണ്. ആ 5 നിന്ന് സയ്യിദുൽ വജൂദാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും പദവിയുള്ളവരാണ്. അപ്പോ അമ്പിയാക്കളുടെ മുർസലുകളുടെ പദവികൾ സമമല്ല. അവരൊക്കെ വ്യത്യസ്ത പദവികളിലുള്ളവരാകുന്നു. അവരിൽപ്പെട്ട ചിലരെ മറ്റു ചിലരേക്കാൾ നാം ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു, അള്ളാഹു ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു. മിൻഹും, ആ മുർസലുകളുടെ കൂട്ടത്തിൽ, മൻ കല്ലമല്ലാഹു, അള്ളാഹു തആല സംസാരിച്ചതായ മുർസലുകളുണ്ട്. അവരുമായിട്ട് അള്ളാഹു തആല സംസാരം നടത്തി. മൂസാ നബി അലൈഹിസ്സലാമുമായിട്ട് അള്ളാഹു സംസാരം നടത്തിയിട്ടുണ്ട്. മൂസാ നബി അള്ളാഹുവിനെ കണ്ടിട്ടില്ല, അള്ളാഹുവിന്റെ കലാമ് കേട്ട റസൂലാണ്. മുഹമ്മദ് നബി അള്ളാഹുവിനെ കാണുകയും ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിന്റെ കലാമ് കേട്ടിട്ടുമുണ്ട്. വറഫഅ ബഅളഹും, അതുപോലെ തന്നെ അള്ളാഹു തആല അവരിൽപ്പെട്ട ചിലരെ ഉയർത്തിയിരിക്കുന്നു. ദറജാത്തിൻ, പദവികൾ നൽകിയിട്ട് ഉയർത്തിയിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയേറെ പദവി അള്ളാഹു നൽകിയിട്ട് ആദരിച്ച ഏറ്റവും വലിയ പദവിയുള്ളവരാകുന്നു. എന്താ? മുഹമ്മദ് നബിയെ അള്ളാഹു അയച്ചത് മുഴുവൻ ജനങ്ങളിലേക്കാകുന്നു, കാഫത്തിലേക്കാകുന്നു. മനുഷ്യരിലേക്ക് മാത്രമല്ല, ജിന്നുകളിലേക്കും അയച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ പടപ്പുകളിലേക്കും അയക്കപ്പെട്ടവർ എന്ന പദവിയുള്ളത് മുഹമ്മദ് നബിക്ക് മാത്രമാണ്. ആ മുഹമ്മദ് നബിയെ കൊണ്ടാണ് നുബുവത്ത് അവസാനിപ്പിക്കപ്പെട്ടത്. ഖാത്തിമുൻ നബിയീനാണ്. ആ നബിയുടെ ഉമ്മത്തിന് പ്രത്യേകമായ പദവിയുണ്ട്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്നുണ്ട്.
മറ്റു ഉമ്മത്തുകൾക്കില്ലാത്ത പദവി അള്ളാഹു റസൂലുള്ളാഹിയുടെ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ റസൂലുള്ളാഹിക്ക് അള്ളാഹു നൽകിയ പദവികളാകുന്നു. അപ്പൊ ദറജകൾ, വളരെ ഉന്നതമായ പദവികൾ അള്ളാഹു ചിലർക്ക് നൽകി. ആ ചിലരിൽ ഏറ്റവും ഉയർന്നവരാകുന്നു മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ. വാത്തൈന, നാം നൽകിയിരിക്കുന്നു ഈസബിന് മറിയമിന്റെ മകനായ ഈസ നബി അലൈഹിസ്സലാമിന് നൽകിയിരിക്കുന്നു അൽ ബയ്യനാത്തി, വ്യക്തമായ തെളിവുകൾ നൽകിയിരിക്കുന്നു. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി ജൂതന്മാർ വളരെ മോശമായിട്ടാണ് പറഞ്ഞിരുന്നത്. വലതുസിന എന്നാണ്, വ്യഭിചാര സന്തതി എന്നാണ്. എന്നാലോ ഈസാ നബിയുടെ ആൾക്കാരെന്ന് പറയുന്ന ക്രിസ്ത്യാനികള് അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന്, ഒന്ന് ബഹുമാനിച്ചതേറി മറ്റൊരു ഇടിച്ചു താഴ്ത്തിയത് കൂടി. എന്നാൽ രണ്ടിന്റെയും മധ്യത്തിലാണ് വിഷയമുള്ളത്. മറിയമിന്റെ മകനാണ് ഈസാ നബി, അപ്പൊ അള്ളാഹുവിന്റെ മകനല്ല. ആ ഈസാ നബിക്ക് നാം നൽകിയിരിക്കുന്നു അൽ ബയ്യനാത്തി, വ്യക്തമായ തെളിവുകളെ നൽകിയിട്ടുണ്ട്. വയ്യദനാഹു, അവരെ നാം ശക്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ബിറൂഹിൽ ഖുദ്സി, പരിശുദ്ധമായ ആത്മാവ് കൊണ്ട്, അഥവാ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കൊണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാം എവിടേക്ക് സഞ്ചരിക്കുന്നു അവിടൊക്കെ തൻ്റെ കൂട്ടുകാരനായിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പനയുടെ മേൽ നിന്നു പോരുന്നതിന് സഹായിക്കാൻ വേണ്ടിയിട്ടും ബലപ്പെടുത്താൻ വേണ്ടിയിട്ടുമായിരുന്നു എന്ന് തഫ്സീറിൽ കാണാം. വയ്യദനാഹു ബി ജിബ്രീല തഖ്വിയത്തൻ ലഹു അലൽ ഖിയാമി ബി അംദില്ലാഹി തആല, അള്ളാഹുവിന്റെ കൽപ്പന നിർവഹിക്കുന്നതിന്റെ മേൽ തന്നെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹു ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കൊണ്ട് ശക്തിപ്പെടുത്തിയിരുന്നു. ഈസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു തആല വലിയ മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ചികിത്സാ രംഗത്തിന് വളരെയേറെ പ്രാധാന്യവും സ്ഥാനവുമുള്ള കാലഘട്ടമായിരുന്നു. എന്നാൽ തന്നെ പല രോഗങ്ങളും അന്നത്തെ ചികിത്സാരികൾക്ക് ഒതുങ്ങാത്തതായിട്ടുണ്ടായിരുന്നു. വെള്ളപ്പാണ്ട് രോഗത്തിന് അക്കാലത്ത് ചികിത്സ ഉണ്ടായിരുന്നില്ല. ഈസാ നബി അലൈഹി സ്വലാം അത് തടവിയിട്ട് മാറ്റിയിരുന്നു. അതുപോലെ ജന്മന കുരുടനായിട്ട് ജനിച്ചവരെ ആർക്കും അക്കാലത്ത് ഭേദപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈസാ നബി അലൈഹി സ്വലാം അതും ശിഫയാക്കി. മരണപ്പെട്ട നിരവധി ആളുകളെ അള്ളാഹു തആലയുടെ ഇതിനോടുകൂടെ ഈസാ നബി അലൈഹി സ്വലാം ജീവിപ്പിച്ചു. വഹിയൽ മൗതാബി ഇതിനില്ല എന്ന് ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് കാണാം. ഇങ്ങനെ അള്ളാഹു ഈസാ നബി അലൈഹി സ്വലാമിന് വളരെ കൂടുതൽ മുഅ്ജിസാത്തുകൾ നൽകിയിട്ടുണ്ട്. അതാണ് വാതൈന ഈസ ബിന മറിയമൽ ബയ്യിനാത്ത് വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദ്സി. വലൗ ഷാ അള്ളാഹു തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മഖ്തത്തലല്ലദീന, ഒരു വിഭാഗം ഏറ്റുമുട്ടുമായിരുന്നില്ല മിൻ ബഅദിഹിം, ഇവർക്ക് ശേഷം, ഈ മുർസലുകളുടെ ശേഷം ആ മുർസലുകളുടെ സമൂഹം തന്നെ ഏറ്റുമുട്ടിയിട്ട് വിവിധ പാർട്ടികളായി തിരിഞ്ഞു. നല്ലവരുണ്ട്, ചീത്ത ആളുകളുണ്ട്, ദുഷിച്ചവരുണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ ഉദ്ദേശത്തോടു കൂടെ തന്നെ നടന്നതാണ്. വലൗ ഷാ അള്ളാഹു തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ വഖ്തത്തലല്ലദീന മിൻ ബഅദിഹിം, ആ മുർസലുകൾക്ക് ശേഷം വന്ന ജനങ്ങൾ തമ്മിൽ പോരടിക്കുമായിരുന്നില്ല. മിൻ ബഅദി മാ ജാഅത്തുഹുൽ ബയ്യിനാത്ത്, അവർക്ക് വ്യക്തമായ തെളിവുകൾ വന്നതിന് ശേഷം. അപ്പൊ അതുകൂടെ സംഭവിച്ചു. അത് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ്. വിവിധ പാർട്ടികളായിട്ട് തിരിയുകയും പരസ്പരം ഏറ്റുമുട്ടുകയൊക്കെ ചെയ്തത് അള്ളാഹുവിന്റെ ഖലാ കൊണ്ടാണ്, അവന്റെ ബശീയത്ത് കൊണ്ടാകുന്നു. വലാക്കിൻ, പക്ഷേ ഇഖ്തലഫു, ആ ജനത വ്യത്യസ്ത വിഭാഗങ്ങളായി തീർന്നു. ഫമിൻഹും, ആ കൂട്ടത്തിലുണ്ട് മൻ ആമന, വിശ്വാസികളായ ആളുകളുണ്ട്. ഏത് നബിയുടെ ഉമ്മത്തിനെടുത്ത് പരിശോധിച്ചാലും അതിൽ കറകളഞ്ഞ വിശ്വാസത്തിന്റെ ആളുകൾ അതുണ്ട്. വമിൻഹും, അവരുടെ കൂട്ടത്തിൽ തന്നെ മൻ കഫറ, അവിശ്വാസികളായ വിഭാഗവുമുണ്ട്. എല്ലാ സമൂഹത്തിലും അതുണ്ട്. വലൗ ഷാ അള്ളാഹു തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മഖ്തത്തലു, അവർ ചേരിതിരിവുള്ളവരാകുമായിരുന്നില്ല, അവർ പരസ്പരം ഏറ്റുമുട്ടുന്നവരാകുമായിരുന്നില്ല. അപ്പോ അതിവിടെ നടന്നെങ്കിൽ അത് അള്ളാഹുവിന്റെ കണക്കാണ്, അവൻ ഉദ്ദേശിച്ചത് കൊണ്ട് നടന്നതാണ്, അവനെ മറികടന്നിട്ട് ഉണ്ടായതല്ല. വലാകിൻ അല്ലാഹ, പക്ഷേ അള്ളാഹു തആല യഫ്അലു, അവൻ പ്രവർത്തിക്കും, മാ യുരീദു, അവൻ ഉദ്ദേശിച്ചതിനെ അവൻ പ്രവർത്തിക്കും, അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവൻ പ്രവർത്തിക്കും. അപ്പൊ അവൻ ഉദ്ദേശിക്കുന്നതാണ് ചിലരെ നേർവഴിയാക്കണം, മറ്റു ചിലരെ ദുർമാർഗത്തിലാക്കണമെന്ന്. ആ തീരുമാനമനുസരിച്ചാണ് ഇവകളൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅ്തിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ
والكافرون هم الظالمون. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, അള്ളാഹുവിൽ വിശ്വസിച്ചു, അതുപോലെ അമ്പിയാക്കളിൽ വിശ്വസിച്ചു, വിശ്വസിക്കേണ്ട കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചവരായ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, അംഫിഖൂ, നിങ്ങൾ ചെലവഴിക്കണം, മിമ്മാ റസഖ്നാക്കും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കണം. ഇൻഫാക്ക് എന്ന് പറഞ്ഞാൽ നല്ല മാർഗത്തിൽ ചെലവഴിക്കുന്നതിനാണ് ഇൻഫാക്ക് എന്ന് പറയുന്നത്. ദുർമാർഗത്തിൽ ചെലവഴിക്കുന്നതിന് തെബ്ദീർ എന്ന് പറയും, ദൂർത്തടിക്കൽ. അംഫിഖൂ, നിങ്ങൾ ചെലവഴിക്കണം, നല്ല മാർഗത്തിൽ ആവശ്യാനുസരണം ചെലവഴിക്കണം. ആവശ്യത്തിനനുസരിച്ചാവണം ചെലവഴിക്കുന്നത്, ആവശ്യത്തിന്റെ അപ്പുറമല്ല, അത് അമിതാക്കാൻ പാടില്ല. അതിന് ഇസ്രാഫ് എന്ന് പറയാം. മിമ്മാ റസഖ്നാക്കും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ. മീൻ കബിലി ആയി എഴുത്തിയ യൗമുൻ, ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്, അതിന്റെ മുമ്പായിട്ടാവണം നിങ്ങൾ ചെലവഴിക്കുന്നത്. എന്താണ് ആ വരാൻ പോകുന്ന ദിവസത്തിന്റെ സ്വഭാവം? ലാ ബൈഉൻ ഫീഹി, ആ ദിവസത്തിൽ യാതൊരുവിധ കച്ചവടവുമില്ല. ഒരാൾ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന മാർഗമാണല്ലോ പ്രധാന കച്ചവടം. കയ്യിലുള്ള സാധനം അങ്ങോട്ട് കൈമാറ്റം, അവിടുന്ന് ഇങ്ങോട്ട് നാണയം കൈമാറ്റം. ഇങ്ങനെ ലാഭമുണ്ടാക്കുന്ന കച്ചവടം അത് നടക്കുന്ന ദിവസമല്ലാതെ ആ ദിവസത്തിന്റെ പ്രത്യേകത കൈമാറ്റം നടക്കുകയില്ല. ലാ ബൈഉൻ ഫീഹി, അന്ന് കച്ചവടമില്ല. സമ്പത്ത് കിട്ടാനുള്ള ഒരു മാർഗം അതല്ലേ, അതന്നില്ല. വലാ ഹുല്ലത്തുൻ, സ്നേഹബന്ധവുമില്ല. ഖലീൽ തന്നെ കൂട്ടുകാരൻ നടത്തും. ഹുല്ലത്ത് സ്നേഹബന്ധം, സ്നേഹബന്ധവും വന്നില്ല. അന്ന് ഒരാൾ മറ്റൊരാളുടെ കാര്യം നോക്കുകയില്ല. ഒക്കെ നഫ്സി നഫ്സി, അവനവന്റെ സ്വന്തം കാര്യത്തിലാണ് അവൻ ഊന്നി നിൽക്കുക. വലാ ശഫാഅത്തുൻ, ഒരാളും മറ്റൊരാൾക്ക് ശുപാർശ ചെയ്യുകയുമില്ല. കാരണം അവന്റെ കാര്യം തന്നെ വളരെ ബേജാറിലാണ്. അങ്ങനെയുള്ള അവൻ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അപ്പോ ശുപാർശ ചെയ്യുമോ? അതില്ല. വൽ കാഫിറൂന, ഈ അവിശ്വാസികളായ വിഭാഗം, ഹും അവർ, അല്ലാലിമൂന, അവരാണ് ഏറ്റവും വലിയ അക്രമികൾ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ പറയപ്പെട്ട യാതൊരുവിധ വിജയവും ഉണ്ടാവുകയില്ല. അങ്ങനെ വിജയം കിട്ടണമെങ്കിൽ അവിശ്വാസത്തിൽ നിന്ന് മാറിയിട്ട് ലാലിമാകാതെ നല്ലവനായി തീരണം. എന്നാൽ ആ ദിവസത്തിൽ ശഫാഅത്തുണ്ടാകും. അത് പിന്നീട് പറയും. അപ്പൊ ആ ദിവസത്തിന്റെ ഗൗരവതരമാണ് ഇപ്പോൾ പറഞ്ഞത്. ആ ദിവസത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സഹായം മറ്റൊരാളിൽ നിന്ന് കിട്ടുകയില്ല. കാരണം ഓരോരുത്തരും അവരവരുടെ സ്വന്തം നഫ്സിനെ തന്നെ രക്ഷപ്പെടുത്താനുള്ള തിരക്കിലും ബേജാറിലുമാണുള്ളത്. എല്ലാവരും നഫ്സി നഫ്സി, സ്വന്തം നഫ്സിനെ പറ്റി വേവലാതിപ്പെടുന്ന ദിവസമാകുന്നു. അതുകൊണ്ട് ആ ദിവസം വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ ചെലവഴിക്കണം. എന്നാൽ അത് പരലോകത്ത് ഉപകാരപ്പെടും. അതിനുള്ള മാർഗം ഇന്ന് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. കാഫിറുകൾ ലാലിമുകളാകുന്നു. ലുൽമ് എന്ന് പറഞ്ഞാല് അസ്ഥാനത്ത് പ്രയോഗിക്കുന്നവരും. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ സ്ഥാനം തെറ്റിയതാകുന്നു. അതുകൊണ്ട് തന്നെ പരലോകത്തിൽ അവർക്ക് വിജയിക്കാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല. ഇത് ശഫാഅത്തിനെ നിഷേധിക്കല. ഇവിടെ പറഞ്ഞത് ശഫാഅത്ത് ഇല്ല എന്ന് പറഞ്ഞു, അതൊരു സമയമാണ്. എന്നാൽ മറ്റൊരു സമയത്ത് ശഫാഅത്തുണ്ട്, അത് അടുത്ത ആയത്തില് പിന്നീട് പറയുന്നുണ്ട്. അള്ളാഹു ശഫാഅത്തിന് അധികാരം നൽകുന്നവര് ശഫാഅത്ത് ചെയ്യും. അമ്പിയാക്കളുടെ ഷഫായത്തുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഷഫായത്തുൽ കുബ്രയുണ്ട്, അതുപോലെ മോമിനുകളായ ആളുകളുടെ ഷഫായത്തുണ്ട്. അതൊക്കെ വേറെയുണ്ട്. എന്നാൽ ഒരു സമയമുണ്ട്, ആ സമയത്ത് ആർക്കും ആരെക്കുറിച്ചും ചിന്തയില്ല. അവനവന്റെ നഫ്സിനെ പറ്റി മാത്രമേ അപ്പോൾ ചിന്തിക്കാൻ കഴിയൂ. അങ്ങനെ ഒരു സമയമുണ്ട്. അവിശ്വാസികളാണെങ്കിലോ ആർക്കും ഷഫായത്ത് ചെയ്യുകയുമില്ല. അവർക്ക് വേണ്ടിയിട്ട് ആരും ഷഫായത്ത് ചെയ്യില്ല. അതാണ് ആ ആയത്തിന്റെ അവസാനത്തിൽ വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ എന്ന് പറഞ്ഞത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മാ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇബാദത്തിന് അർഹനായിട്ട് ആരുമില്ല. ഇബാദത്തിന് അർഹൻ ഒരുത്തൻ മാത്രം, അവൻ അല്ലാഹു ആകുന്നു.
അല്ലാഹുവല്ലാത്ത മറ്റൊരുത്തനും തന്നെ ഇലാഹല്ല, അവർക്കാർക്കും ഇബാദത്തിന് അർഹതയുമില്ല. അങ്ങനെയുള്ള അല്ലാഹു അൽ ഹയ്യു, അവൻ എന്തെന്നും ജീവിച്ചിരിക്കുന്നവനാകുന്നു, പരിപൂർണമായ ഹയാത്തുള്ളവനാകുന്നു. ലോകത്ത് ബാക്കിയുള്ള ജീവജാലങ്ങളൊക്കെ ഹയാത്തുള്ളത് തന്നെയല്ലേ, പക്ഷെ അത് കാമിലായ ഹയാത്തല്ല. അള്ളാഹു ഹയാത്താക്കിയ സമയത്ത് അവനുണ്ടായി. അള്ളാഹു ഏത് സമയം വരെയാണോ ഇവന്റെ ഹയാത്ത് നിലനിർത്തുന്നത് അതുവരെ മാത്രമേ ഉണ്ടാകൂ. അവന് പല കോട്ടങ്ങളും ഉണ്ടാകും. ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം പരിപൂർണമായതായ ഹയാത്ത് അവന് മാത്രമാകുന്നു. അൽ ഹയ്യു എന്ന് പറഞ്ഞ അൽ ഹയ്യു ഹയാത്തൻ കാമിലത്തൻ ലാ മൗത ഫീഹാ വലാ നഖ്സ. പരിപൂർണമായ ഹയാത്ത്, അതിൽ മരണമില്ല, യാതൊരുവിധ കുറവുമില്ല. അങ്ങനെയുള്ള ഹയാത്ത് അള്ളാഹുവിന് മാത്രമാകുന്നു. അതുകൊണ്ട് അൽ ഹയ്യു, അവൻ ആകുന്നു യഥാർത്ഥത്തിൽ ജീവിക്കുന്നവൻ അവനാകുന്നു. അൽ കയ്യൂമു, അവൻ കയ്യൂമാകുന്നു, എല്ലാ കാര്യങ്ങളെയും നിർവഹിക്കുന്നവൻ അവനാകുന്നു. സർവ സൃഷ്ടികളുടെയും സർവകാര്യങ്ങളെയും അവൻ നിയന്ത്രിക്കുന്നു. എല്ലാ സൃഷ്ടികളും എല്ലാ സമയത്തും അവനിലേക്ക് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. അവനാണെങ്കിലോ ഒന്നിലേക്കും ആശ്രയിക്കാത്ത നിരാശ്രയനാകുന്നു. അൽ കയ്യൂമു, എല്ലാ കാര്യങ്ങളെയും നിർവഹിക്കുന്നവനാകുന്നു. അങ്ങനെ നിർവഹിക്കുന്നവനായ ഇവൻ ലാ തഹുദുഹു, അവനെ ഒരിക്കലും തന്നെ പിടികൂടുകയില്ല. സിനത്തുന്നൊരു ഉറക്കത്തിന്റെ തൂങ്ങൽ. സിനത്ത് എന്ന് പറഞ്ഞാല് ഉറക്കിന്റെ ആമുഖത്തിനാണ് സിനത്ത് എന്ന് തൂങ്ങി ഉറക്കം. വലാനോമുൻ, യഥാർത്ഥ ഉറക്കവും അവനെ പിടികൂടുകയില്ല. അപ്പോ ഉറക്കമോ ക്ഷീണമോ തളർച്ചയോ ഒന്നും അവന് ഒരിക്കലും തന്നെ ഉണ്ടാവുകയില്ല. കാരണം എല്ലാ വസ്തുക്കളെയും എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അവനാണ്. അപ്പൊ അവന് സിനത്ത് പറ്റുകയില്ല, തൂങ്ങി ഉറക്കം, നോമ് പറ്റുകയില്ല, ഉറക്കം പറ്റുകയില്ല. ലഹു, അള്ളാഹുവിന് മാത്രമാകുന്നു മാഫിസമാവാത്തി വമാഫില്ലാർദി, ആകാശങ്ങളിലും ഭൂമികളിലുമുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിനാകുന്നു. എല്ലാം അള്ളാഹു പടച്ചപ്പോൾ ഉണ്ടായി. അപ്പോ ഹൽക്കിനാൽ അള്ളാഹുവിനുള്ളതാകുന്നു. എല്ലാം അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അപ്പം മിൽക്കിനാൽ എല്ലാം അള്ളാഹുവിനാകുന്നു. എല്ലാം അള്ളാഹുവിന്റെ ഭരണത്തിന് കീഴിലാകുന്നു. അപ്പം മുൽക്കിനാൽ ഹൽക്കൻ വ മുൽക്കൻ വ അബീദൻ, എല്ലാം അള്ളാഹുവിനാകുന്നു. മൻ, ആരാകുന്നു, ദല്ലദി യശ്ഫഉ, ശുപാർശ ചെയ്യുന്നവൻ, ഇൻദഹു, അള്ളാഹുവിന്റെ അടുക്കൽ, ഇല്ലാ ബിഇദ്നിഹി, അവന്റെ സമ്മതത്തോടു കൂടെയല്ലാതെ. അപ്പൊ രണ്ട് കാര്യമാണ്. ശഫായത്ത് ഉണ്ട്, പക്ഷേ ആ ശഫായത്ത് അവന്റെ അനുമതിയോടുകൂടെ മാത്രം. അവന്റെ അനുമതി കൂടാതെ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ ആരുണ്ട്? ആർക്കും കഴിയുകയില്ല. അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടെ, അള്ളാഹു സമ്മതം നൽകുന്നവർക്ക് മാത്രമേ ശുപാർശ ചെയ്യാൻ കഴിയൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലായിട്ട് വീഴും. ജനങ്ങൾ മുഴുവൻ ഒരൊറ്റ നിൽപ്പ് നിൽക്കുന്നു മഹ്ശറയിൽ. അങ്ങനെ നിന്ന് വീർപ്പുമുട്ടുന്നതായ സമയത്ത് എല്ലാവരും ആദം നബി അലൈഹിസ്സലാമിനെ സമീപിച്ചിട്ട്, ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ നിങ്ങൾ അള്ളാഹുവിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് സഹായം തേടുന്നു. ആദം നബി പറയുന്നു, ഇന്ന് എനിക്ക് അള്ളാഹുമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്ന തരത്തിലല്ല ഞാനുള്ളത്. നിങ്ങൾ ഇബ്രാഹിം നബിയെ സമീപിക്കൂ. ഇബ്രാഹിം നബി മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലേക്കും, മൂസാ നബി റൂഹുല്ലാഹി ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലേക്കും, ഇങ്ങനെ ഓരോരുത്തരും മറ്റുള്ള നബിമാരുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. അവസാനം എല്ലാവരും കൂടിയിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ സമീപിച്ചു. അങ്ങനെ റസൂലുള്ളാഹിയോട് കാര്യം പറഞ്ഞു. റസൂലുള്ള സുജൂദിലായിട്ട് വീണു. അള്ളാഹുവിനോട് ശുപാർശയ്ക്ക് വേണ്ടിയിട്ടുള്ള സമ്മതം ചോദിച്ചു. യാ മുഹമ്മദ് ഇർഫാ റഅസക വസ്അൽ തുഅത ഇശ്ഫാ തുശഫാ, ഓ മുഹമ്മദ് നബിയെ, തല ഉയർത്തു, എന്നിട്ട് ചോദിക്കാനുള്ളത് ചോദിക്കൂ, ശുപാർശ ചെയ്യൂ, നിങ്ങളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് മറുപടി കിട്ടി. അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹി ആദ്യത്തെ ശഫാഅത്ത് ചെയ്യുന്നു, അശ്ശഫാഅത്തുൽ കുബ്ര. ആ ശഫാഅത്തോടു കൂടെ ജനങ്ങളെ രണ്ടായിട്ട് തിരിക്കപ്പെടുന്നു. ഒരു വിഭാഗം വിജയത്തിന്റെ ആൾക്കാർ, മറ്റൊന്ന് പരാജയത്തിന്റെ ആൾക്കാർ. അതിനുശേഷം പരാജയപ്പെട്ടവരെ നരകത്തിൽ നിന്ന് കയറ്റാൻ വേണ്ടിയിട്ട് അമ്പിയാക്കളുടെ ശുപാർശയുണ്ട്, മലക്കുകളുടെ ശുപാർശയുണ്ട്, മോമിനുകളുടെ ശുപാർശയുണ്ട്. ഇങ്ങനെ പല ശുപാർശകളുമുണ്ട്. ഇതൊക്കെ ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടെ മാത്രമാകുന്നു. അള്ളാഹുവിൻ്റെ സമ്മതമില്ലാതെ ആർക്കും ഒരു ശുപാർശക്കും അർഹതയില്ല.
യഅലമു അള്ളാഹു അറിയും മാബൈന ഐദീഹിം അവരുടെ മുന്നിലുള്ള സർവ്വകാര്യങ്ങളെയും വമാ ഖൽഫഹും അവരുടെ പിന്നിലുള്ള സർവ്വകാര്യങ്ങളെയും. അപ്പോൾ അവർ ഇന്ന് വരെ ചെയ്ത കാര്യങ്ങളെയും ഇനി അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെയും അവരുടെ ഇഹലോകത്തിൻ്റെ കാര്യത്തെയും അവരുടെ പരലോകത്തിൻ്റെ കാര്യത്തെയും അപ്പം മുന്നിലുള്ള കാര്യങ്ങളെയും പിന്നിലുള്ള കാര്യങ്ങളെയും എല്ലാം അള്ളാഹു അറിയും. വലായുഹീത്തൂന ആ പടപ്പുകൾ ആരും തന്നെ വലയം ചെയ്യുകയില്ല ബിശൈഇൻ ഒരു കാര്യം കൊണ്ടും മിൻ ഇൽമിഹി അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന്. അള്ളാഹുവിൻ്റെ അറിവ് വളരെ വളരെ വിശാലമാകുന്നു. അത് മുഴുവൻ അറിയാൻ പടപ്പിനാകില്ല. ഇല്ലാ ബിമാ ഷാ അള്ളാഹു താല ഉദ്ദേശിച്ചത് കൊണ്ടൊഴികെ. അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്ന് പടപ്പുകൾ അറിയണമെന്ന് അള്ളാഹു തീരുമാനിച്ചതും വിധിച്ചതുമായ കാര്യങ്ങളുണ്ട്. അത് അറിയുമെന്നല്ലാതെ മുഴുവനുമായിട്ട് അറിയാൻ ആർക്കും സാധ്യമല്ല. വസ്യ കുർസിയുഹു അള്ളാഹുവിൻ്റെ കുർസി എന്നൊരു ലോകമുണ്ട്. അർഷ് കുർസി, ആ കുർസി വളരെ വലിയൊരു ലോകമാണ്. ആ കുർസി വിശാലമായിരിക്കുന്നു. സമാവാത്തി ആകാശത്തേക്കാൾ വൽ അർള ഭൂമിയേക്കാളും. അപ്പോൾ ആകാശഭൂമികൾ വളരെ വിശാലതയുള്ളതാണ്. അങ്ങനെയുള്ള ആകാശഭൂമികളേക്കാൾ എത്രയോ വിശാലത കൂടിയത് ആകുന്നു കുർസി. വലായ ഊദുഹു അള്ളാഹുവിനെ ക്ഷീണിപ്പിക്കുകയില്ല, അള്ളാഹുവിനെ ഭാരമാക്കുകയില്ല. ഹിഫ്ലുഹുമ ആകാശഭൂമിയുടെ സംരക്ഷണം, അതിനെ കാക്കൽ അള്ളാഹുവിനെ എപ്പോഴെങ്കിലും ഒന്ന് തളർത്തുമോ ഒന്ന് ഭാരമാക്കുമോ? ഇല്ല. വഹുവ അള്ളാഹു താല അൽ അലിയു അവൻ ഏറ്റവും ഉന്നതനാകുന്നു. അൽ അലീമു അവൻ ഏറ്റവും ബഹുമാന്യനുമാകുന്നു. ബഹുമാന്യനും ഉന്നതനുമായ അള്ളാഹു ആകുന്നു ഈ ആകാശഭൂമികളൊക്കെ കാക്കുന്നവൻ. അങ്ങനെയുള്ള ആകാശഭൂമികളുടെ ഹിഫ്ള്, അതിൻ്റെ സംരക്ഷണം ഒരിക്കലും അവനൊരു ഭാരമായിട്ട് അനുഭവപ്പെടുകയില്ല. കാരണം അവൻ്റെ കുർസിയ് വളരെ വിശാലമാകുന്നു. ആ ലോകം ആകാശഭൂമികളെക്കാൾ വളരെ വലിയതാകുന്നു. അതിനൊക്കെ പടക്കുകയും അതിനൊക്കെ പരിപാലിക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹു. മഹാശക്തനാകുന്നു. അൽ അലിയുൽ അലീം, വളരെ ഉന്നതനും ഏറ്റവും മഹത്വമുള്ളവനുമാകുന്നു. ഇത് ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ആയത്തുൽ കുർസി എന്ന് പറഞ്ഞാൽ അഅ്ലമു ആയത്തിൻ ഫി കിതാബില്ലാഹി എന്ന് കാണാം. അള്ളാഹുവിൻ്റെ കിതാബിൽ ഖുർആനിലെ വളരെയേറെ പ്രാധാന്യമുള്ള ബഹുമതിയുള്ള ആയത്താകുന്നു ആയത്തുൽ കുർസി. അതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ പറ്റി, ഉലൂഹിയത്തിനെ പറ്റി, അള്ളാഹുവിൻ്റെ വിശേഷണത്തെക്കുറിച്ച് ഇത് മൂന്നും അതിൽ പറയുന്നുണ്ട്. അള്ളാഹു ഇബാദത്തിന് അർഹനാണെന്ന് സ്ഥാപിക്കുന്നുണ്ട്. അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും റബ്ബ്, പരിപാലകൻ എന്നതിൽ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഗുണപ്പെട്ടതായ വിശേഷണങ്ങളെക്കുറിച്ച് അതിൽ അലിയുൻ അലീം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ദിവസം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സക്കാത്തിൻ്റെ സ്വത്ത് അത് മദീനത്തെ പള്ളിയിൽ സൂക്ഷിപ്പുണ്ട്. രാത്രി സമയത്ത് അത് കാക്കാൻ വേണ്ടിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നിർത്തി. നീ ഈ സ്വത്ത് കാക്കണം, ആരും അത് വന്നിട്ട് എടുക്കാനോ അതിൽ നിന്ന് കോരിക്കൊണ്ടു പോകാനോ അവസരം ഉണ്ടാകരുത്, നോക്കി നിൽക്കണം, രാത്രി കള്ളം വരുന്നത് നോക്കണം. അബൂ ഹുറൈറ അത് ഏൽക്കുകയും ചെയ്തു. അങ്ങനെ താൻ രാത്രി സമയത്ത് ഇങ്ങനെ നിന്ന് നിസ്കരിക്കുകയാണ്. കുറെ കഴിഞ്ഞതിന് ശേഷം ഒരാൾ രൂപം അവിടെ വന്നു. എന്നിട്ട് ഇതിൽ നിന്ന് കോരിയെടുക്കാൻ വേണ്ടിയിട്ട് സഞ്ചിയുമായിട്ട് വന്നിട്ട് കോരിയെടുക്കുകയാണ്. ആ സമയത്ത് അബൂ ഹുറൈറ ചെന്നിട്ട് അയാളെ പിടികൂടി. അന്നേരം അയാൾ നെലിയും വിളിയും കൂട്ടിയിട്ട് പറഞ്ഞു, ഞാൻ ഒരു പാവപ്പെട്ടവനാണ്, എൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണി കാരണം കൊണ്ട്, നിവൃത്തികേട് കൊണ്ട് വന്നതും എടുത്തതുമാണ്, അതുകൊണ്ട് എനിക്കൊരു മാപ്പ് തരണം. വളരെ ദയനീയമായിട്ട് പറഞ്ഞപ്പോൾ ആ സഞ്ചിയിലുള്ളതൊക്കെ കൂട്ടിയിട്ട് സഞ്ചി തിരിച്ചു കൊടുത്തു, അയാളെ വിട്ടു. പിറ്റേ ദിവസം റസൂലുള്ളാഹി ചോദിച്ചു, ഇന്നലെ നിന്റെ കള്ളൻ്റെ ആ കഥ എങ്ങനെ ഉണ്ടായത്? അയാളത് എടുത്തു, എന്നിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി. അബൂ ഹുറൈറ കാര്യം പറഞ്ഞു. ഇനിയും വരും, റസൂലുള്ള പറഞ്ഞു. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ അബൂ ഹുറൈറ അത് കാക്കാൻ നിന്നു. രാത്രി വൈകിയതിന് ശേഷം ആ ആള് സഞ്ചിയുമായിട്ട് വന്നു, പിടികൂടി. ഇങ്ങനെ 3 ദിവസം ആവർത്തിക്കപ്പെട്ടു. മൂന്നാമത്തെ ദിവസം പിടികൂടിയപ്പോൾ 2 ദിവസം മാപ്പ് കൊടുത്തില്ല, ഇന്ന് മാപ്പില്ല, അയാളെ ശിക്ഷിക്കാനുള്ള പരിപാടിയാണ്. അപ്പം നെലിയും വിളിയും കൂടി അവസാനം പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഞാൻ നിനക്കൊരു ഇൽമു പറഞ്ഞുതരാം, അതിൻ്റെ പേരിൽ എന്നെ നീ വിട്ടയക്കണം, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ല. ആയത്തുൽ കുർസി
ഉറങ്ങാൻ സമയത്ത് ഓതിയാൽ ആ ആളെ പിശാച് ബാധ ഒരിക്കലും അയാൾക്കുണ്ടാവുകയില്ല. പിശാച് അയാളെ ശല്യപ്പെടുത്തുകയില്ല. അപ്പം പിശാചിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നല്ലൊരു സിദ്ധൌഷധമാണ് ഈ ആയത്തുൽ കുർസി. അത് ഉറങ്ങുന്ന നേരത്ത് ഓതിയാൽ മതി എന്നൊരു അറിവ് പഠിപ്പിച്ചു കൊടുത്തു. ഇത് കേട്ടപ്പോൾ അബൂ ഹുറൈറ അയാളെ വിട്ടയച്ചു. നേരം വെളുത്തു. റസൂലുള്ളാഹി ചോദിച്ചു, ഇന്നലെ എന്തൊക്കെ ഉണ്ടായത്? അപ്പോൾ എല്ലാം അറിയും റസൂലുള്ള, പറയുന്നതിൻ്റെ മുമ്പ് തന്നെ അറിയും. അതുകൊണ്ടാണ് ഇന്നലെ എന്തൊക്കെ ഉണ്ടായതെന്ന് ചോദിച്ചത്. അബൂ ഹുറൈറ കാര്യങ്ങളൊക്കെ പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, അത് പിശാചാണ് വന്നത്, ചെകുത്താനാണ്, ഇബ്ലീസാണ് വന്നത്. ആ പറഞ്ഞു തന്ന കാര്യം ശരി തന്നെയാകുന്നു. റസൂലുള്ള അതിന് അംഗീകാരം നൽകി. അങ്ങനെ ഉറങ്ങുന്ന നേരത്ത് ആയത്തുൽ കുർസി ഓതാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയും ചെയ്തു. അപ്പൊ പിശാചിന്റെ ശരീരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മരുന്നാണ് അത് എന്ന് പിശാജ് തന്നെ പറഞ്ഞു. പിശാജ് പറഞ്ഞത് കൊണ്ട് അബൂ ഹുറൈറ അമൽ ചെയ്തതല്ല, അത് റസൂലുള്ളാഹിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. റസൂലുള്ള അംഗീകാരം നൽകിയത് കൊണ്ട് അത് പിന്നീട് ശറയിൽ വന്നു. അങ്ങനെയുള്ള ഒരു ആയത്താണ് ആയത്തുൽ കുർസി. അത് പിശാചിന്റെ പൈശാചികമായ ഷർറുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്ന ആയത്താണ്. മറ്റും പല നേട്ടങ്ങളും അതിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഹദ്ദാദ് ചെല്ലുന്ന സമയത്ത് വളരെ പ്രാധാന്യത്തോടുകൂടെ ഈ ആയത്തും അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ അവസാനമൊക്കെ അതിൽ ഉൾപ്പെടുത്തിയത്. ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ് ഫമൻ യക്ഫുർ ബിത്വാഗൂതി വയുഅ്മിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലാ ഇൻഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. ലാ ഇക്റാഹ ഫിദ്ദീനി, ദീനിൽ ഒരു നിർബന്ധിക്കലില്ല. പരിശുദ്ധമായ ദീനിന്റെ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയണം. നാവ് കൊണ്ട് പറഞ്ഞത് കൊണ്ട് ആള് മൂമിനോ മുസ്ലിമോ ഒന്നും ആവുകയില്ല. മനസ്സിൽ ആക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനസ്സിലില്ലാത്തവന് ഇത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പൊ ഒരുത്തനെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നിർബന്ധത്തിന്റെ പേരിൽ അവൻ പറഞ്ഞതും കാര്യമില്ല. നീ നിർബന്ധമൊന്നും ഇല്ലാതെ തന്നെ നാവ് കൊണ്ട് പറഞ്ഞത് കൊണ്ടും ആള് മോമിനോ മുസ്ലിം ആവുകയില്ല. ഇവിടെ വളരെ നിയമമാണ്. മനസ്സിലുണ്ടെങ്കിലേ പറയേണ്ടതുള്ളൂ. മനസ്സിൽ ഉണ്ടായത് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ ദീനിന്റെ മെമ്പറാകാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ലാ ഇക്റാഹ ഫിദ്ദീനി, ദീനിൽ യാതൊരുവിധ നിലക്കും നിർബന്ധിക്കലില്ല. ദീനിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു നിർബന്ധിക്കൽ അതില്ല. ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് നല്ലതാണെന്ന് തിരിയുന്നവർ മാത്രം വന്നാൽ മതി. അല്ലാത്തവരെ നിർബന്ധിച്ചിട്ട് ആക്കാൻ കഴിയുകയുമില്ല. അതൊരിക്കലും ഈമാനുമല്ല, ഇസ്ലാമുമല്ല. നാവ് കൊണ്ട് ഉച്ചരിക്കലല്ല, കൽബിൽ ഉണ്ടാകലാണ് ഏറ്റവും പ്രധാനം. ഖദ് തബയ്യന റുശ്ദു, സന്മാർഗം വെളിവായിരിക്കുന്നു, മിനൽ ഗയ്യി, ദുർമാർഗത്തെ തൊട്ട്. അവിശ്വാസം ഏത്, വിശ്വാസം ഏത്, നേർമാർഗം ഏത്, ദുർമാർഗമേത്, ഇതൊക്കെ ഇവിടെ വെളിവായിട്ടുണ്ട്. അമ്പിയാക്കളൊക്കെ വന്നിട്ട് റുഷ്ദ് പഠിപ്പിച്ചിട്ടുണ്ട്. ഗയ്യിൽ നിന്ന് മാറി നിൽക്കാൻ, ദുർമാർഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനവും അതിൻ്റെ വിശദീകരണം ഒക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് മനസ്സിലായവർ വരിക എന്നല്ലാതെ ആരെയും നിർബന്ധിക്കില്ല. നിർബന്ധിച്ചാൽ അയാൾ മുഅ്മിനോ മുസ്ലിമോ ആവുകയുമില്ല. മുഅ്മിനായ ആള്, മുസ്ലിമായ ആള് ചെയ്യേണ്ടത് അള്ളാഹുവിന് മാത്രമാകുന്നു ഇബാദത്തിന് അർഹത എന്ന് ഉറച്ചു വിശ്വസിക്കണം. അതല്ലാത്തതിനെയൊക്കെ അവിശ്വസിക്കുകയും വേണം. അതുകൊണ്ട് ഫമൻ യക്ഫുർ, ഒരുത്തൻ അവിശ്വസിച്ചാൽ, ബി ത്വാഗൂത്തി, ത്വാഗൂത്ത് കൊണ്ട്, അർഹതയില്ലാത്ത ഇലാഹുകളെ കൊണ്ട് അവിശ്വസിച്ചു. അള്ളാഹു അല്ലാത്തത് വസ്തുക്കൾക്ക് യാതൊരുവിധ അർഹതയും ഇബാദത്തിലില്ല. അങ്ങനെയുള്ള താകൂത്ത് കൊണ്ട് അനർഹമായ നിലക്കുള്ള ഇബാദത്ത് ചെയ്യപ്പെടുന്ന വസ്തുക്കളെ അവൻ അവിശ്വസിച്ചു. എന്നിട്ടോ വയൂമിൻ, അവൻ വിശ്വസിച്ചു ബില്ലാഹി, അള്ളാഹുവെ കൊണ്ട് വിശ്വസിച്ചു. അപ്പൊ രണ്ട് കാര്യം: അള്ളാഹുവെ കൊണ്ട് വിശ്വസിക്കണം, അള്ളാഹു അല്ലാത്തവരെ നിഷേധിക്കണം. അവർക്ക് ഇബാദത്തിന് അർഹതയുണ്ട് എന്ന് അവർക്കും ഇവർക്കും ഉണ്ട്, ആ പറ്റില്ല. അള്ളാഹുവിന് മാത്രമേ ഇബാദത്തിന് അർഹതയുള്ളൂ എന്ന് വിശ്വസിച്ചേ പറ്റൂ. അള്ളാഹു അല്ലാത്ത പലതിനും വേണം ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവകൾക്കൊന്നും അർഹതയില്ലെന്ന് വിശ്വസിക്കണം. അപ്പൊ അവകളെ അവിശ്വസിക്കണം. ഇങ്ങനെ ചെയ്താൽ വയോമിൻ ബില്ലാഹി, അള്ളാഹുവെ കൊണ്ട് അവൻ വിശ്വസിക്കുകയും ചെയ്താൽ,
ഫഖദിസ്തംസക്ക, അപ്പോൾ അവൻ മുറുകെ പിടിച്ചു, ബിൽ ഉർവത്തിൽ വുസ്ക, ഏറ്റവും ബലമുള്ളതായ കയറുകൊണ്ട്. ഈ കയറ് മുറുകെ പിടിച്ചാൽ അവൻ സ്വർഗത്തിലെത്തും, അവൻ ഞാമത്തിലെത്തും. അള്ളാഹു നമ്മെ അവിടെ എത്തിക്കട്ടെ. ലം ഫിസാമലഹ, അതിൻ്റെ ഒരു പൊട്ടലില്ല. ഇത് പൊട്ടാത്ത കയറാണ് അവൻ പിടിച്ചിരിക്കുന്നത്. വല്ലാഹു, അല്ലാഹു തആല സമീഉൻ, കേൾക്കുന്നവനാകുന്നു, അലീമുൻ, അറിയുന്നവനാകുന്നു. അതുകൊണ്ട് ഇവന്റെ മനസ്സിലുള്ളത് അവൻ ഉച്ചരിക്കുമ്പോൾ അത് അള്ളാഹു അറിയും, അള്ളാഹു തആല കേൾക്കുകയും ചെയ്യും. അർഹമുർ അള്ളാഹു നമ്മെ നല്ല കറകളഞ്ഞ വിശ്വാസത്തിന്റെ ഉടമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇഹത്തിലും പരത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് അള്ളാഹു സ്ഥാനം നൽകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.